അനീതികൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ താൻ ടാർഗറ്റ് ചെയ്യപ്പെട്ടുവെന്ന് അമ്മ അംഗങ്ങളോട് ടിനി ടോം. ആരോപണങ്ങൾ എഫ്ഐആർ പോലും എടുക്കാതെ പോലീസ് തള്ളിക്കളഞ്ഞതാണ്. ഇതൊന്നും ഒരു ചാനലിലും പോയി താൻ വിളമ്പിയിട്ടില്ലെന്നും അംഗങ്ങളോട് ടിനി ടോം പറഞ്ഞു എന്നാണ് വിവരം. അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, ഇന്നലത്തെ അമ്മ ജനറൽ ബോഡിക്കിടെ നടന്ന പ്രസംഗങ്ങളുടെ അല്ലെങ്കിൽ പ്രതികരണങ്ങളുടെ വിശദാംശങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ഈ വിഷയത്തിൽ അൻസിബ പ്രസംഗിച്ചു എന്ന് അൻസിബ തന്നെ പിന്നീട് പറയുകയുണ്ടായി. ടിനി ടോം ഈ ആരോപണങ്ങൾക്ക് എന്ത് മറുപടിയാണ് നൽകിയത്? ഇന്നലെ അൻസിബ ഏതാണ്ട് 22 മിനിറ്റ് നേരം പ്രസംഗിച്ച് അതിനുശേഷമാണ് സംഘടനയുടെ ഭരണസമിതിക്ക് പൂർണ്ണമായും രാജിവെച്ച് ഇറങ്ങി പോകേണ്ടി വന്നത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ അംഗങ്ങൾക്ക് അയച്ച ഒരു മെസ്സേജിലാണ് ടിനി ടോം തൻ്റെ നിലപാട് പറയുന്നത്, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മെസ്സേജിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: സംഘടനക്കകത്തെ അനീതികൾക്കെതിരെ ഞാൻ ശബ്ദിച്ചതിൻ്റെ പേരിൽ ഞാൻ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആരോപണങ്ങൾ പോലീസ് എഫ്ഐആർ എടുക്കാതെ നിരുപാധികം തള്ളിക്കളയുകയും എനിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. ഇതൊന്നും ഞാൻ ഒരു ചാനലിലും വിളമ്പാൻ പോയിട്ടില്ല. എല്ലാം ദൈവത്തിനും നീതിക്കും മാത്രം വിട്ടുകൊടുത്തു. സത്യമേ ജയിക്കൂ, അതാണ് തെളിഞ്ഞത് എന്ന് പറയുന്നു. അതായത് താൻ അനീതിക്കെതിരെ ശബ്ദിച്ചു, അങ്ങനെയാണ് വേട്ടയാടപ്പെട്ടത് എന്ന് പറയുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി ടിനി ടോം വരുത്തുന്നുണ്ട്. ഞാൻ ഭാരവാഹിത്വത്തിൽ നിന്നാണ് രാജിവെച്ചത്, സംഘടനയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ അമ്മയിലെ വിഷയങ്ങളിൽ ഓരോരുത്തരും തങ്ങളുടെ ഭാഗം വ്യക്തമാക്കി രംഗത്ത് വരുന്ന കാഴ്ച ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നുണ്ട്.